സർ, മറ്റൊന്ന് മലപ്പുറം എന്ന് പറയുമ്പോഴേക്കും മതേതര കുരുക്കൾ പൊട്ടി ഒഴുകാറുണ്ട്. മലപ്പുറം എന്ന പേര് പോലും വർഗീയതയോട് ചേർത്ത് പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ. പക്ഷേ പാണക്കാട് പാണക്കാട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ കരുതുന്നത് മലപ്പുറത്തിന്റെ പുറത്തെവിടെയുള്ള ഒരു സ്ഥലം എന്നുള്ളത്. എന്നാൽ മലപ്പുറത്തിന്റെ വിരിമാറിൽ തന്നെയാണ് ഈ പാണക്കാട് ഉള്ളതും. 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ വെട്ടിക്കൂട്ടിയ വാരിയം കുന്നന്റെ ആ സ്മാരകം ഇരിക്കുന്നത് മലപ്പുറമാണ്. എന്നാൽ മലയാള ഭാഷാ പിതാവുള്ള തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകം സ്ഥാപിക്കാൻ പറ്റാതെ അദ്ദേഹത്തിന്റെ ആ പൂർണ്ണകായ പ്രതിമ കാട്ടിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടതും മലപ്പുറമാണ്. ഈ മലപ്പുറത്തിന്റെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മതേതരത്വത്തെ കൂടി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സർ വരിക? മലപ്പുറം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ നിയമങ്ങൾ ബാധകമല്ലാത്ത പണ്ടത്തെ കാശ്മീർ പോലെയാണ്. അതായത് ഇന്ത്യൻ നിയമങ്ങൾ കാശ്മീരിൽ ബാധകമല്ല എന്ന് ഭരണഘടനയിൽ പണ്ട് രേഖപ്പെടുത്തി. ഇവിടെ ഒരു ഭരണഘടനയും രേഖപ്പെടുത്താതെ തന്നെ ഒരു ഭീകരവാദിയും തോക്കെടുത്ത് വെടിവെക്കാതെ ബോംബ് സ്ഫോടനം നടത്താതെ കാശ്മീരിലെ ഭീകരവാദിക്ക് എന്തൊക്കെ നേടാൻ കഴിഞ്ഞോ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ബോംബ്, തോക്ക് ഇതൊന്നുമില്ലാതെ മലപ്പുറംകാർക്ക് നേടാൻ ഇന്ന് കഴിയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഭരണം അവരുടെ കയ്യിലാണ്. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, കേരളത്തിൽ ബോംബ് പൊട്ടാറില്ലല്ലോ, കേരളത്തിൽ വെടിവെപ്പ് നടക്കുന്നില്ലല്ലോ, കേരളത്തിൽ കൂട്ടക്കൊല നടക്കുന്നില്ലല്ലോ. എന്തിനാണ് ബോംബ് പൊട്ടിക്കുന്നത്? എന്തിനാണ് വെടിവെക്കുന്നത്? എന്തിനാണ് കൂട്ടക്കൊല നടത്തുന്നത്? അന്യായമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇതൊന്നും ആവശ്യമില്ല. കാരണം ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും വലതുപക്ഷ മുന്നണിയാണെങ്കിലും ഈ രണ്ട് മുന്നണിയും മുസ്ലിം ലീഗിന്റെ പോക്കറ്റിൽ കിടക്കുന്ന രണ്ട് മുന്നണികളാണ്. അപ്പോ അവരെ സംബന്ധിച്ച് ഒരു വെടിയുണ്ട പോലും ചെലവാക്കാതെ ഈ ഭീകരവാദം കൊണ്ട് നേടുന്നതിനപ്പുറം നേട്ടങ്ങൾ തങ്ങളുടെ സമൂഹത്തിന് വേണ്ടി നേടിക്കൊടുക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീവ്രവാദമാണ് എങ്കിൽ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങൾ ആരുമില്ലാത്ത ഒരു സർക്കാർ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ടോ ഹെഡ് മിസ്ട്രസ് ആയിട്ടോ അടുത്ത ടീച്ചേഴ്സ് ആയിട്ടോ തട്ടമിട്ട ധാരാളം പേര് വരും. അപ്പൊ ഇവർക്ക് സാധാരണ എല്ലാവരും സ്വന്തം നാട്ടിൽ ജോലി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതിപ്പോ സ്വന്തം നാട്ടിൽ ജോലി വേണ്ട. ഒരു മുസ്ലിം പോലും ഇല്ലാത്ത സ്ഥലത്ത്, നിസ്കരിക്കാൻ ഒരു പള്ളി ഇല്ലാത്ത സ്ഥലത്ത് പോയി അധ്യാപകരും മുഖ്യ അധ്യാപകരുമാകാൻ ഈ സമൂഹം തയ്യാറാണ്. ഉദ്ദേശം എന്താണ്? അത് കാലം കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ വളരെ ആസൂത്രിതമാണ്. സർക്കാർ ഓഫീസുകളിൽ ഒരു കാലത്ത് കാണാനില്ലാതിരുന്ന ഒരു വർഗ്ഗമായിരുന്നു ഈ തട്ടമിട്ട താത്തമാര്. അവർ മുഴുവൻ ഇപ്പൊ സർക്കാർ ഓഫീസ് നിറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ ചോദിക്കാം, അല്ല മുസ്ലിങ്ങൾക്ക് സർക്കാർ ഓഫീസിൽ കയറിക്കൂടെ? അവർക്ക് ജോലി വാങ്ങിച്ചുകൂടെ? അവർ വിദ്യാഭ്യാസം ചെയ്തിട്ടല്ലേ? അവർക്ക് മാർക്ക് കിട്ടിയിട്ടല്ലേ? അത് പൗരാവകാശമല്ലേ? ഒക്കെയാണ്, പൗരാവകാശം ഒക്കെയാണ്. പക്ഷേ ഈ പൗരാവകാശം എങ്ങനെയാ ഉണ്ടാകുന്നതെന്നുള്ളത് വല്ല കാലത്തും മലപ്പുറത്ത് നിന്ന് റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളുടെ ടൺ കണക്കിന് കൂമ്പാരം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ അതൊന്നും വാർത്തയല്ല, അതൊന്നും ചർച്ച ചെയ്യാൻ ഒരു ചാനലിന് ഇവിടെ ധൈര്യമില്ല. അതായത് ഏത് യൂണിവേഴ്സിറ്റിയുടെ ഏത് സർട്ടിഫിക്കറ്റും, അത് PG ആവട്ടെ, ഡിഗ്രി ആവട്ടെ, PhD ആവട്ടെ, ഇനി അതിനപ്പുറം വല്ലതുകൊണ്ട് അതും ആകട്ടെ, അതൊക്കെ നല്ല മണിയായിട്ട് പ്രിന്റ് ചെയ്യുന്ന സംവിധാനം മലപ്പുറത്തുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പോലീസ് പൊക്കിയിട്ടുണ്ട്, നമ്മളൊക്കെ കണ്ടിട്ടുമുണ്ട്. പിന്നെ ചർച്ചയില്ലല്ലോ. അപ്പോ എങ്ങനെയാണ് ഇതൊക്കെ നേടിയെടുക്കുന്നത് എന്നുള്ളത് കൃത്യമായും വ്യക്തമായും നമുക്ക് മനസ്സിലാകുന്നില്ലേ? ഇതിനൊക്കെ ചൂട്ടുപിടിക്കുന്നത് ആരാ? ഇതുപോലെ ഒരു റെയ്ഡ് നടത്താൻ ഇപ്പൊ കഞ്ചാവിന്റെയും MDMA പുറകെ പോകുന്ന രമേശ് ചെന്നിത്തലയോട് ഞാൻ ചോദിക്കുകയാണ്, ധൈര്യമുണ്ടോ ഈ കഞ്ചാവും MDMA പിടിക്കുന്ന പോലെ ഈ മലപ്പുറം ജില്ലയിലെ കള്ള സർട്ടിഫിക്കറ്റ് ഒന്ന് പിടിക്കാമോ? ഏത് യൂണിവേഴ്സിറ്റിയുടെ ഏത് ഡിഗ്രിയുടെ ഏത് PGയുടെ സർട്ടിഫിക്കറ്റും അടിച്ചു കൊടുക്കുന്ന സംവിധാനം അവിടെ ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഒന്ന് പിടിക്കാമോ? ഇനി അതും പോട്ടെ, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അവിടുത്തെ സ്വർണ്ണ വ്യാപാര സ്വർണ്ണ ആഭരണ നിർമ്മാണ യൂണിറ്റുകൾ ഒന്ന് റെയ്ഡ് ചെയ്യാൻ പറ്റുമോ? പറ്റിയല്ലോ. ഒരു ലൈസൻസും ഇല്ലാതെ ഒരാവശ്യവും ഇല്ലാതെ നടത്തുന്ന ഫർണിച്ചർ കടകളുണ്ടല്ലോ മലപ്പുറത്ത്, ഒന്ന് പിടിക്കാൻ പറ്റുമോ? എന്താ പിടിക്കാൻ പറ്റാത്ത? അപ്പൊ സംഗതി ഇത്രയും, കോൺഗ്രസ്സുകാരന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മുസ്ലിം ലീഗ് കൊടുക്കണം, കമ്മ്യൂണിസ്റ്റുകാരന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മുസ്ലിം ലീഗുകാർ കൊടുക്കണം. അത്ര ദയനീയമായ രീതിയിൽ ഇവർ മുട്ടിലെഴയുകയാണ് ഈ തീവ്രവാദികളുടെ മുമ്പാകെ. അതുകൊണ്ടാണ് കേരളം ഈ ഇങ്ങേയറ്റം ദുരവസ്ഥയിലേക്ക് എത്തിയത്. സർ, മറ്റൊന്ന് നമ്മൾ കണ്ടതാണ് ഏറ്റവും ആനുകാലികമായിട്ട് വന്നുള്ള വാർത്ത. മണ്ണാർക്കാട് വെച്ചിട്ട് KT ജലീൽ എന്ന് വിളിക്കുന്ന മുൻ തീവ്രവാദ സംഘടനയുടെ നേതാവായിരുന്ന, പിന്നീട് മുസ്ലിം ലീഗിലേക്ക് വന്ന് അവിടെ നിന്ന് നുഴഞ്ഞ് CPM-ലേക്ക് വന്നിട്ടുള്ള അയാൾ, ഇന്നിപ്പോൾ CPM-ന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് യഥാർത്ഥ സഖാവായി നിൽക്കുന്ന അയാൾ പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ച്
കുട്ടികൾക്ക് എഴുത്തും വായനയും പോലും അറിയില്ല എന്ന് പച്ചയ്ക്ക് തുറന്നു പറയേണ്ട ഗതികേടിലേക്ക് കേരളം എത്തിയതും കണ്ടതാണ്. അതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അയാളുടെ വാഗൊണ്ട് തന്നെ എന്നുള്ളത്. സർ, നമ്മൾക്കറിയാം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള പട്ടം ഇവിടെ എത്രത്തോളമാണ് മുസ്ലിം ലീഗുകാർ അത് അലങ്കരിച്ചു പോരുന്നത് എന്നറിയാം. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മൾക്കറിയാം മുസ്ലിം ലീഗുകാരൻ തന്നെയാണ്. അത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കറിയാം, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും ദുരാചാരം നശിച്ചു എന്ന് പ്രചരിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒരു വിദ്യാലയം അതല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം തകർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ ഈ ജനങ്ങളെ ഏത് രീതിയിലും വളച്ചെടുക്കാൻ അതല്ലെങ്കിൽ നശിപ്പിക്കാൻ ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അധിനിവേശ ശക്തികൾ എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിനെ കൂട്ടിയിണക്കി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായ സിസ്റ്റം നശിപ്പിച്ച ഇതിനെ കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സർ പറയാം? വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്, ഒരു വിഷയമാണ് ഇപ്പൊ ബൈജു മുന്നോട്ട് വെച്ചത്. കേരളത്തിന്റെ സംസ്കാരം, കേരളത്തിന്റെ ഭാഷ ഇത് അട്ടിമറിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു കുറിപ്പും, അത് ഫേമസ് വാട്സാപ്പിലോ എവിടെയോ വൈറലായ ഒരു കുറിപ്പാണ്. അതായത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് മലയാളം പഠിപ്പിക്കുക. ബൈജു അത് കണ്ടിരുന്നല്ലോ അല്ലേ? 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മലയാളം പഠിപ്പിക്കുക. മലയാളം അല്ലാത്ത എല്ലാം അതിനകത്തുണ്ട്. മലപ്പുറത്തെ മുസ്ലിമിന് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷ പാഠപുസ്തകത്തിൽ കൂടെ പഠിപ്പിക്കുക. അത് മലപ്പുറത്ത് മാത്രമല്ല പഠിപ്പിക്കുന്നത്, കേരളം മുഴുവൻ പഠിപ്പിക്കുക. എന്താണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? അപ്പൊ ശരിയായിട്ടുള്ള മലയാള ഭാഷ വേണ്ട എന്നും മലബാറിലെ മുസ്ലിമിന്റെ ഭാഷ നീയൊക്കെ പഠിച്ചാൽ മതിയെന്നും ഒക്കെയുള്ള ഒരു ഇസ്ലാമിക വൽക്കരണം അതിനകത്ത് കൊണ്ടുവരികയാണ്. നേരെ മറിച്ച് ഓരോ വാക്കിനും ഓരോ സെന്റൻസിനും അതിൻ്റെതായ അർത്ഥം വ്യക്തമാകുന്ന തരത്തിൽ അടിസ്ഥാനപരമായി മലയാള ഭാഷ പഠിക്കാൻ 6ാം ക്ലാസ്സിലെ കുട്ടിക്ക്, സ്കൂൾ ലെവൽ കുട്ടിക്ക് അവകാശമുണ്ട്. അപ്പൊ വേണേ പറയാം അതൊരു സാഹിത്യ സൃഷ്ടിയാണ്. ആയിക്കോട്ടെ, സാഹിത്യ സൃഷ്ടി മലയാളം BA പഠിപ്പിച്ചോട്ടെ, മലയാളം MA പഠിപ്പിച്ചോട്ടെ, അവിടെ സാഹിത്യ സൃഷ്ടി മനസ്സിലാവും. പക്ഷെ 6ാം ക്ലാസ്സിലെ കുട്ടിക്കോ 10ാം ക്ലാസ്സിലെ കുട്ടിക്കോ ഇതാണ് സാഹിത്യമാണ്, ഇത് ഭാഷയല്ല എന്ന് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് വളരെ ഭീകരമായി വിദ്യാഭ്യാസ രംഗത്ത് പിടികുറുക്കിയിരിക്കുകയാണ്. കേരളത്തിലുണ്ടായ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ മുഴുവൻ ലിസ്റ്റ് എടുത്ത് ഒരിക്കൽ ഞാൻ പരിശോധിച്ചപ്പോ 23 തവണയാണ് കേരളത്തില് മുസ്ലിങ്ങള് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം. ആ സമയത്ത് ഞാനത് കേരളം മുഴുവൻ വാർത്തയാക്കുകയുണ്ടായി. ആ സമയത്ത് 23 മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായപ്പോ ഒരു ചന്ദ്രശേഖരൻ ഒരിക്കൽ മാത്രമാണ് ഒരു ഹിന്ദു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായത്. ഈ വിഷയം പിന്നീട് ചർച്ചയാവുകയും അതിനുശേഷം പിന്നീട് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുമായിട്ടുള്ള 1-2 പേരിന് വിദ്യാഭ്യാസ വകുപ്പ് കൈയാളി. ഇപ്പൊ വീണ്ടും ഇതാ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച UDF-ന്റെ തണലില് മുസ്ലിമിന്റെ കയ്യിലേക്ക് തന്നെ വിദ്യാഭ്യാസം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം വിദ്യാഭ്യാസം ഉണ്ടാക്കുക, വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതല്ല. വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരത്തെ തകർക്കുക, വിദ്യാഭ്യാസത്തെ തകർക്കുക, സംസ്കാരത്തെ തകർക്കുക, ഭാഷയെ തകർക്കുക, അങ്ങനെ കേരളത്തെ കീഴടക്കുക എന്നുള്ള വളരെ വലിയ ഒരു ഇന്റലക്ച്വൽ ജിഹാദ് തന്നെയാണ്, അല്ലെങ്കിൽ ഭാഷാ ജിഹാദ് തന്നെയാണ്, അഥവാ വിദ്യാഭ്യാസ ജിഹാദ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാർമ്മികത്വം വഹിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് മാത്രം.